പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കൃഷി വകുപ്പിന്റെ കതിർ ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് വിവരിക്കുന്നത്. കർഷകർക്ക് വേണ്ട വിവിധ ഓൺലൈൻ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പ് ആവിഷ്കരിച്ചു നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കതിർ. എല്ലാ കർഷകരും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ PM കിസാനിൽ ആനുകൂല്യം ലഭിക്കുന്നവരും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇനി നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നീട് ആപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ ലൊക്കേഷനും ക്യാമറയും അലോ ചെയ്യുന്നതിനായി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ വൈൽ യൂസിംഗ് ദി ആപ്പ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ സ്കിപ്പ് ചെയ്ത് ആപ്പിന്റെ ഡാഷ് ബോർഡിൽ പോകുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷോ മലയാളമോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫാർമർ എന്നും ഡിപ്പാർട്ട്മെന്റ് എന്നും കാണാം. നമുക്ക് ഫാർമറിലാണ് പോകേണ്ടത്. മുമ്പ് രജിസ്റ്റർ ചെയ്തവർ ഫാർമറിലോ താഴെ കാണുന്ന ലോഗിനിലോ പോകാവുന്നതാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കർഷകന്റെ പേരും ജെൻഡറും ജനനത്തീയതിയും നൽകുക. തുടർന്ന് ആധാർ കാർഡ് നമ്പർ നൽകുക. താഴെ മൊബൈൽ നമ്പർ കൊടുക്കുക. തുടർന്ന് സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ആ മൊബൈലിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. തുടർന്ന് 4 എംപിന് സെറ്റ് ചെയ്തു കൊടുത്ത് ജനറേറ്റ് എംപിന്നിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലോഗിൻ ചെയ്യാനായി ഈ 4 എംപിന് ആണ് ഉപയോഗിക്കേണ്ടത്. സക്സസ്ഫുള്ളി ജനറേറ്റഡ് എംപിൻ എന്നു കാണിക്കുന്നതാണ്. ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. തുടർന്ന് ഇങ്ങനെ ഒരു പേജ് വരുന്നതാണ്. ഇവിടെ സ്കിപ്പ് ചെയ്യുക. തുടർന്ന് മേലെ ഇടത് ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ഡീറ്റെയിൽസ് മുഴുവനായും ഫിൽ ചെയ്യേണ്ടതുണ്ട്. പേരിന് താഴെ കാണുന്ന ഈ നമ്പർ നോട്ട് ചെയ്തു വെക്കുക. തുടർന്ന് ലോഗിൻ ചെയ്യാനായി യൂസർ ഐഡിയായി ഈ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ മുമ്പ് നൽകിയ വിവരങ്ങൾ കാണാവുന്നതാണ്. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനായി എഡിറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസർ ടൈപ്പ് സെലക്ട് ചെയ്യുക. റെസിഡന്റ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. പിന്നീട് പിതാവിന്റെ പേര് നൽകുക. ഇവിടെ കാറ്റഗറി കൊടുക്കുക. പിന്നീട് ഇമെയിൽ ID, അഡ്രസ് മുഴുവനായും കൃത്യമായി ആധാറിലുള്ള പോലെ കൊടുക്കുക. പിന്നീട് റേഷൻ കാർഡ് നമ്പർ, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയും കൊടുക്കുക. ഇവിടെ കൺസ്യൂമർ നമ്പറും ചോദിക്കുന്നുണ്ട്, എന്നാൽ നിർബന്ധമല്ല. സ്റ്റാർ മാർക്കിലുള്ളതെല്ലാം നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. തുടർന്ന് കൃഷി ഭവൻ ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ പ്രൊഫൈൽ അപ്ഡേഷൻ പൂർത്തിയാകുന്നതാണ്. ഇനി നമുക്ക് പ്ലോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി മൈ ഫാംസിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ജില്ല സെലക്ട് ചെയ്യുക. പിന്നീട് DA ഓഫീസ് സെലക്ട് ചെയ്യുക. തുടർന്ന് കൃഷി ഭവൻ സെലക്ട് ചെയ്യുക. ശേഷം താലൂക്ക്, വില്ലേജ്, വാർഡ് എന്നിവ കൊടുക്കുക. തുടർന്ന് കരമടച്ച റെസിപ്റ്റിൽ ഉള്ളതുപോലെ ബ്ലോക്ക് നമ്പരും സർവേ നമ്പരും സർവേ സബ് ഡിവിഷൻ നമ്പരും കൊടുക്കുക. പിന്നീട് ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ എന്നതിൽ യെസ് കൊടുക്കാവുന്നതാണ്. അടുത്തത് ഓണർഷിപ്പ് ടൈപ്പ് എന്താണെന്ന് കൊടുക്കുക. പിന്നീട് എത്ര കൃഷി ഭൂമി ഉണ്ടെന്ന് കൊടുക്കുക. ഇവിടെ സെന്റ് പ്രകാരമാണ് കൊടുക്കേണ്ടത്. അടുത്തത് ലാൻഡ് ടൈപ്പ് കൊടുക്കുക. പുരയിടം അടങ്ങിയ ലാൻഡ് ആണെങ്കിൽ ഗാർഡൻ ലാൻഡ് എന്ന് കൊടുക്കാവുന്നതാണ്. തുടർന്ന് വാട്ടർ സോഴ്സ് ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുത്ത് കൊടുക്കുക. പിന്നീട് ജലസേചനത്തിന്റെ ഏരിയ കൊടുക്കുക. ഇനി നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഈ കാണുന്ന ക്യാമറ ക്ലിക്ക് ചെയ്ത് നമ്മൾ വിവരങ്ങൾ നൽകിയ അതേ പ്ലോട്ടിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കേണ്ടതാണ്. കാരണം ഇത് GPSുമായി കണക്റ്റഡ് ആണ്. ഫോട്ടോ എടുക്കുമ്പോൾ ലറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഒക്കെ ലൈവായി കാണാവുന്നതാണ്. പ്ലോട്ടിൽ നിന്നുകൊണ്ട് ക്യാമറ ഓപ്പൺ ചെയ്ത് സ്ഥലത്തിന് നേരെ പോസ്റ്റ് ചെയ്ത് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഫോട്ടോ അപ്ലോഡ് ആവുന്നതാണ്. പിന്നീട് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നീട് താഴെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ പ്ലോട്ട് ആഡ് ആവുന്നതാണ്. ഇനി ഒന്നിൽ കൂടുതൽ പ്ലോട്ട് ഉണ്ടെങ്കിൽ മൈ ഫാംസിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ ആഡ് ചെയ്ത പ്ലോട്ട് ഇവിടെ കാണിക്കുന്നതാണ്. മുകളിൽ ന്യൂ പ്ലോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ ആഡ് ചെയ്തതുപോലെ മറ്റു പ്ലോട്ടുകളും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വിളകൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ആഡ് ക്രോപ്പിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം വിള ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. സീസണൽ ടൈപ്പ് ഇവിടെ ഓട്ടോമാറ്റിക് ആയി വരുന്നതാണ്. തുടർന്ന് ഏതു വെറൈറ്റി എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ വർഷം തിരഞ്ഞെടുത്തു കൊടുക്കുക. തുടർന്ന് കൃഷി ഇറക്കുന്ന തീയതി കൊടുക്കുക. പിന്നീട് വിളയുടെ കാലാവധി എത്ര മാസമാണെന്ന് കൊടുക്കുക.
തുടർന്ന് വിളവെടുക്കുന്ന തീയതി ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ എത്ര സെന്ററിലാണ് കൃഷി ചെയ്യുന്നതെന്നത് കൊടുക്കുക. തുടർന്ന് ഈൽഡ് ടൈപ്പ് ഏതാണെന്ന് കൊടുക്കുക. ഇവിടെ എത്ര കിലോയാണ് എന്നത് കൊടുക്കുക. തുടർന്ന് ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ ഫോട്ടോ എടുത്ത പോലെ പ്ലോട്ടിൽ നിന്നും ഫോട്ടോ എടുക്കുക. പിന്നീട് ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. തുടർന്ന് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് എല്ലാം പരിശോധിച്ചതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പോപ്പ് ആപ്പ് വിൻഡോയിൽ ആഡഡ് സക്സസ്ഫുള്ളി എന്നു കാണുന്നതുമാണ്. ഇനി ഒരു ക്രോപ്പ് കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ യെസ് കൊടുത്ത് ഇപ്പോൾ ആഡ് ചെയ്ത പോലെ ഒന്നിൽ കൂടുതൽ വിളകൾ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നോ കൊടുക്കാവുന്നതാണ്. ഇനി മൈ ഫാമിൽ പോയാൽ നമ്മൾ ആഡ് ചെയ്തു കൊടുത്ത പ്ലോട്ടിൽ ജിയോ ടാഗ് നോട്ട് ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ജിയോ ടാഗ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ ആഡ് ചെയ്ത ഓരോ പ്രോപ്പർട്ടിയുടെയും നേരെ 3 ഡോട്ട് കാണാവുന്നതാണ്. ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ജിയോ ടാഗിംഗിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്ലോട്ടിന്റെ സാറ്റലൈറ്റ് മാപ്പ് തുറന്നു വരുന്നതാണ്. അതോടൊപ്പം ഒരു നീല ഡോട്ട് ഇവിടെ കാണുന്നതാണ്. തുടർന്ന് അത് കൃത്യമായി നമ്മുടെ പ്ലോട്ടിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി വിരലൊന്നു അമർത്തി കൊടുക്കുക. തുടർന്ന് ഒരു ലൊക്കേഷന്റെ സിംബൽ വരുന്നതാണ്. പിന്നീട് താഴെ സെലക്ട് പ്ലോട്ടിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പോപ്പ് വിൻഡോയിൽ യെസ് കൊടുക്കുന്നതോടെ ജിയോ ടാഗ് പൂർത്തിയാകുന്നതാണ്. ഇനി കിസാൻ ഐഡിക്ക് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഡാഷ്ബോർഡിൽ കാണുന്ന ഐഡി കാർഡ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നേരത്തെ നമ്മൾ നൽകിയ വിവരങ്ങൾ ഇവിടെ കാണുന്നതാണ്. താഴോട്ട് പോയാൽ ആദ്യം കർഷകന്റെ പേരിലുള്ള ബാങ്കിന്റെ IFSC കോഡും തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പരും കൊടുക്കുക. തുടർന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ബാങ്ക് പാസ്ബുക്കിന്റെയും താഴെ കർഷകന്റെ ഫോട്ടോയും എടുക്കുകയോ ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്തു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ശേഷം ഈ കാണുന്ന ബോക്സിൽ ടിക്ക് കൊടുത്ത് അപ്ലൈ നൗയിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ആപ്ലിക്കേഷൻ ഫോർ ഐഡി കാർഡ് സക്സസ്ഫുള്ളി എന്നു കാണിക്കുന്നതാണ്. വേരിഫിക്കേഷൻ കഴിഞ്ഞ് അപ്രൂവലായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ഐഡി കാർഡ് പ്രിന്റ് എടുക്കാവുന്നതുമാണ്. കതിർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടമായത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.